الحمد لله الذي هدانا لدين الإسلام وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا الإسلام دينا فلا نعبد ولا نستعين إلا إياه ألف بين قلوب أهل الإيمان فأصبحوا بنعمة الله إخوانا وحثهم على أن يكونوا كأعضاء جسد واحد لينالوا من الله فضلا ورضوانا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله صفيه وخليله تركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وأصحابه الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين أما بعد فيا أيها الإخوة المؤمنون أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള തൻ്റെ പിരിസത്തിലെ മുഅ്മിനുകളായ സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സർവശക്തനായിട്ടിക്കരെ ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവായിട്ടിക്കരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകളും അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി ശിരസ്സാവഹിച്ച് കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെല്ലാവരെയും ആദ്യമായി
വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. പരിശുദ്ധമായി തിക്കരെ റമദാൻ മാസം കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ ജുമാ ആയി തിക്കർ, രണ്ടാമത്തെ ഖുത്ബയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ദിവസങ്ങളിൽ ഖൈറായി തിക്കര ജുമാ ദിവസത്തിൽ നാം എല്ലാം അവൻ്റെ പള്ളിയിൽ, അവൻ്റെ ഭവനിൽ വെച്ചിട്ട് ഈ വെള്ളിയാഴ്ച ദിവസത്തേക്ക് നാം സാക്ഷിയായി തിക്കറ. ഈ ഭവനിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പരലോകത്ത് അള്ളാഹു അവൻ്റെ സ്വർഗ പൂങ്കാവനത്തിൽ നമുക്കെല്ലാം ഇതുപോലെ ഒരുമിച്ച് കൂടണകൂ. അള്ളാഹു തൗഫീക്കും സൗഭാഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാനിൽ നാം കരഗതമാക്കിയിട്ടുള്ള, നേടിയിട്ടുള്ള ആത്മീയമായ ചൈതന്യം, ആ തഖ്വ കളഞ്ഞുകുളിക്കര ഒരവസ്ഥ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിപ്പോകാൻ പാടില്ല. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു കടക്കുമ്പോൾ നമ്മുടെ തഖ്വാക്ക്, ഈമാനിന് തേയ്മാനം സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. ഒരിക്കലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാവണകു തീറ എന്ന് അല്ലാഹു തആല വളരെ ശക്തമായ താക്കീതോടെ അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മെ അറിയിക്കുക. അത് പൂർവ്വവേദക്കാർക്ക് സംഭവിച്ച ഒരു മാറ്റമായിട്ടിൻ്റെ അങ്ങനെ ആദ്യമാദ്യമൊക്കെ അവർ അള്ളാഹുവിൻ്റെ ദീനിൽ, അള്ളാഹുവിൻ്റെ തൗഹീദിൽ അവർ അടിയുറച്ചു നിൽക്കും. പിന്നീട് കുറേ കഴിയുമ്പോൾ പരിശുദ്ധമായ ദീനിലെ തൗഹീദിനെ വലിച്ചെറിഞ്ഞും കൊണ്ട്, ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞും കൊണ്ട് താന്തോന്നിവാസികളായി ജീവിച്ച് ശിർക്കിലേക്ക് ചാഞ്ഞുപോയ ഒരു വിഭാഗം ആയിട്ടിൻ്റെ ഗതകാല പൂർവ വേദക്കാർ എന്ന് അള്ളാഹു നമ്മെ ഉണർത്തുക. അങ്ങനെ സത്യവിശ്വാസികളെ നിങ്ങളാവണം കുതീറ. നിങ്ങൾ ഏറ്റവും ഖൈറായ ഉമ്മത്തായിട്ടിക്കറ്. ആ പൂർവ്വവേദക്കാരുടെ മാതൃക നിങ്ങൾക്കൊരിക്കലും ഉണ്ടാവണം കുതീറ. അവരുടെ സമ്പ്രദായങ്ങൾ, അവരുടെ നടപടികൾ നിങ്ങൾക്കുണ്ടാവണം കുതീറ. എന്തോ ചില അപാകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെ സഹാബത്ത് കൊണ്ടായപ്പോൾ അല്ലാഹു തആല വളരെ ശക്തമായ ആക്ഷേപരൂപത്തിൽ, താക്കീദിന്റെ രൂപത്തിൽ ചൊന്നത് നമുക്ക് കാണാൻ സാധിക്കും. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് ولا يكونوا كالذين أوتوا الكتاب من قبلهم فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ താക്കീത് നൽകരുത്, ആക്ഷേപിക്കരുത്. ആരെയും നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടിക പ്രവാചകരെ ശിക്ഷണത്തിലും പ്രവാചകരെ തർബീയത്തിലും ജീവിക്കരെ സഹാബത്തിനെ ആയിട്ടിക്കറ് എന്തോ ചില അപാകതകൾ അവരുടെ ജീവിതത്തിൽ കാണുമ്പോഴേക്കും അല്ലാഹു തആല ഇങ്ങനെ ശക്തമായ താക്കീതോടു കൂടി അങ്ങനെ ഓർമ്മിപ്പിക്കരുത്, അങ്ങനെ തെര്യപ്പെടുത്തരുത്. അങ്ങ് ഒരിക്കലും പൂർവ്വവേദക്കാരെ പോലെ അങ്ങ് ആവണത് തീറ. എന്തായിരുന്നു അവർക്ക് സംഭവിച്ചതായിരിക്കുന്ന ചാപല്യം? എന്തായിരുന്നു അത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് ചൊല്ലുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിലെ ശക്തനായിട്ടിരിക്കുന്ന ഒരു പ്രവാചി, ഒരു പ്രവാചകൻ, ഒരു റസൂലായിട്ടുണ്ട്. ആ മൂസാ നബി അലൈഹിസ്സലാം, അതേപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളായിട്ടിരിക്കുന്ന ബനൂ ഇസ്രായേലിൽ
അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൽ നിന്നും അവന്റെ ആളുകളിൽ നിന്നിട്ടും കടൽ കടത്തി രക്ഷപ്പെടുത്തിയ ആ സംഭവം വിവരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സംഭവങ്ങൾ നമുക്ക് പഠിപ്പാട്ടിത്തണ്ട്. അതായത് മൂസ നബി അലൈഹിസ്സലാമിനെയും മൂസ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള മുഅ്മിനുകളായ മുവഹിദുകളായ തൗഹീദിന്റെ ആളുകളെ അല്ലാഹു തആല ആ ചെങ്കടലിലൂടെ രക്ഷപ്പെടുത്തരുത്. അതേ ചെങ്കടലിലൂടെ ശിർക്കിന്റെ വിഗ്രഹാരാധനയുടെ വക്താക്കളായ ഫിർഔനിനെയും അവന്റെ അനുയായികളെയും അതേ ചെങ്കടലിലൂടെ അല്ലാഹു തആല മുക്കി നശിപ്പിക്കാറ്. എന്നിട്ട് ആ ചെങ്കടൽ കടന്നിട്ട് പിന്നീടുണ്ടായ സംഭവം എന്തിനെ? ആ സംഭവം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്നുണ്ട്, വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹറ. ഇസ്രായേൽ മക്കളെ നാം കടൽ കടത്തിയ, നാം കടലിലൂടെ രക്ഷപ്പെടുത്തിയ. ആരാണ് ഇസ്രായേൽ മക്കൾ എന്നെങ്കിൽ അവർ മുഅ്മിനീകളാണ്, അവർ തൗഹീദിന്റെ ആളുകളാണ്. മൂസാ നബി അലൈഹിസ്സലാം അവരുടെ കൂടെയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് തസ്കിയത്തും തർബിയത്തും നൽകി തൗഹീദിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ആ ജനതയെ നാം രക്ഷപ്പെടുത്തി, അവരെ നാം കടൽ കടത്തി. എന്നിട്ട് കടൽ കടന്നവരിങ്ങനെ പോവുകയാണ്. പോയി കുറച്ച് അപ്പുറം എത്തുമ്പോ എന്താ ഉണ്ടായത്? ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് അവിടെ ഉണ്ടായത്. കടൽ കടന്നു പോയതിന് ശേഷം എന്തായിരുന്നു അത്? അല്ലാഹു തആല ചൊല്ലു, ഫഅതൗ അലാ ഖൗമി യഅകുഫൂന അലാ അസ്നാമിൻ ലഹും. ചില വിഗ്രഹങ്ങളുടെ മുട്ട ഇഅ്തികാഫിരുന്നും കൊണ്ട് അവിടെ ധ്യാനിച്ചും കൊണ്ട് ആ വിഗ്രഹങ്ങളെ പ്രദക്ഷിണം ചെയ്യരെ ഒരു ജനതയിലൂടെ അവരിങ്ങനെ കടന്നു പോവുകയാണ്. എന്നിട്ട് ആ വിഗ്രഹത്തെ പൂജിക്കുന്ന ആ ജനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഇസ്രായേലി മക്കൾ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒട്ടികയുള്ള ഇസ്രായേലി മക്കൾ അങ്ങോട്ട് കേട്ടിട്ടുണ്ടാകും, ഇത് എന്തിനെ സംഗതിയെല്ലാം എന്ന് കേട്ടിട്ടുണ്ടാകും. അപ്പൊ അവരതിന് മറുപടി ചൊന്നിട്ടുണ്ടാകും. അതായത്, ഞങ്ങൾ ഈ വസ്തുക്കൾ ആരാധിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകുന്നു, ഞങ്ങൾക്ക് ഇതിലൂടെ വലിയ പ്രയോജനമുണ്ടാകുന്നു, ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സാഫല്യമുണ്ടാകുന്നു, ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാകുന്നു, നമ്മുടെ കച്ചവടങ്ങളിൽ ബർക്കത്തുണ്ടാകുന്നു, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾക്കെല്ലാം തന്നെ ശമനമുണ്ടാകുന്നു, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാകുന്നു, ഞങ്ങൾക്ക് മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മാനസികമായ സംഘർഷങ്ങളുണ്ടെങ്കിൽ, ഘർഷണകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നീങ്ങിപ്പോകുന്നു. ഇങ്ങനെ ഈ വിഗ്രഹത്തിന് ചുറ്റും ഞങ്ങൾ ആരാധനയിൽ പ്രദക്ഷിണത്തിൽ ധ്യാനിച്ചും കൊണ്ട് കഴിയുമ്പോൾ നമുക്കിതൊക്കെ ഉണ്ടാകുന്ന നേട്ടങ്ങളാണ് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോഴാണ് അവർക്കതാ പഴയ ബിംബാരാധനയുടെ പശുപൂജയുടെ ഓർമ്മ വരുന്നത്. ആർക്കാണ്? മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള ഒട്ടികയുള്ള തൗഹീദിന്റെ ആളുകളായ ആ ജനതക്ക്, ആ മുഅ്മിനുകൾക്ക്. കാരണം പഴയ കാലത്ത് അവരാരായിരുന്നു? അവർ വിഗ്രഹാരാധകരായിരുന്നു, പശുപൂജകരായിരുന്നു. അതിങ്ങനെ അവർക്ക് ഓർമ്മ വന്നു. നോക്കണം, പിശാചിന്റെ കുതന്ത്രം ശിർക്കിലേക്ക് എത്ര പെട്ടെന്നാണ് ചാഞ്ഞു പോകുന്നത് എന്ന് ഇവിടെ എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? മൂസാ നബി അലൈഹിസ്സലാമിനോട് അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, യാ മൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹാ, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹാ. മൂസാ, ഞങ്ങൾക്കും ഇവർ ആരാധിക്കുന്നത് പോലോത്ത ചില ദൈവങ്ങളെ, ചില ആരാധ്യ വസ്തുക്കൾ ഞങ്ങൾക്കും തായോ, ഞങ്ങൾക്കും നിങ്ങൾ നിശ്ചയിച്ച് നിർമ്മിച്ചു തായോ, നിങ്ങൾ ഏർപ്പെടുത്തി തരണം എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെടുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരാണിത് ആവശ്യപ്പെടുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, മുഅ്മിനുകളാണ്, തൗഹീദിന്റെ ആളുകളാണ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള ഇസ്രായേലി മക്കളാണ്. ഒരു കാലത്ത് ഇവർ പശുപൂജകരായിരുന്നു, വിഗ്രഹാരാധകരായിരുന്നു. അവരതിൽ നിന്നെല്ലാം മോചിപ്പിച്ച് ശുദ്ധീകരിച്ച് ശുദ്ധമായ നിഷ്കളങ്കമായ തൗഹീദിന്റെ ആളുകളായി വളർത്തിയെടുത്ത പ്രവാചകൻ അവരുടെ കൂടെയുണ്ട്. അങ്ങനെയുള്ള ആ പ്രവാചകനോടാണ്, മൂസ നബി അലൈഹിസ്സലാമിനോടാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്ത്? ഞങ്ങൾക്കും ഒരു ഇലാഹിനെ മൂസ നിങ്ങൾ നിശ്ചയിച്ചു തരണം. എന്തായിരിക്കും മൂസാ നബിയുടെ അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
ആ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വികാരം എന്തായിരിക്കും മനസ്സിലാക്കണം. തന്റെ കൈവിരൽ മൂക്കത്ത് വെച്ചിട്ടുണ്ടാകും. മൂസ നബി അലൈഹി ഇസ്ലാം ആ സമയത്ത് അവരോട് ചൊല്ലുന്നത്, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വിഡ്ഢികളായ ജനതയാണ്. നിങ്ങൾ എന്തുമാത്രം വിഡ്ഢികളാണ്, എന്തുമാത്രം വിവരമില്ലാത്തവരാണ് നിങ്ങൾ. ഇന്ന ഹൗലായി മുതബ്ബറും മാ ഹും ഫീഹി വബാതിലും മാ കാനൂ യഅമലൂൻ. നിങ്ങളിപ്പോ ഈ കണ്ട വിഗ്രഹത്തെ പൂജിക്കുന്ന ഈ ആളുകൾ, നിങ്ങൾ വിചാരിക്കുന്നുവോ ആ വിഗ്രഹങ്ങൾ, അവരുടെ ആരാധ്യ വസ്തുക്കൾ എന്തെങ്കിലും അവർക്ക് ഗുണം ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഇല്ലേ ഇല്ല, അവയെല്ലാം നശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങളുടെ കൺമുമ്പിൽ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ. നിങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ് എന്ന കാരണം കൊണ്ട്, നിങ്ങൾ തൗഹീദിന്റെ ആളുകളാണ് എന്ന കാരണം കൊണ്ടാണ് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയതെങ്കിൽ, അവരെ, നിങ്ങളുടെ എതിരാളികളെ, നിങ്ങളുടെ പ്രതിപക്ഷമായ ഫിറഔനിന്റെയും ആളുകളെയും അല്ലാഹു തആല കടലിൽ മുക്കി നശിപ്പിച്ചത് അവരെ വിഗ്രഹാരാധകരായിരുന്നു, അല്ലാഹു അല്ലാത്തവരെ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരായിരുന്നു എന്ന കാരണം കൊണ്ട് അവർ ഗർവിഷ്ഠരായിരുന്നു, അഹങ്കാരികളായിരുന്നു എന്ന കാരണം കൊണ്ട് അവരെ മുക്കി നശിപ്പിച്ചത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടവരല്ലേ. മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് നാം ഓതുന്നു, നാം മനസ്സിലാക്കുന്നു. നാം ആ സംഭവം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഖുർആനിലൂടെ മനസ്സിലാക്കുന്നതാണ്. പക്ഷെ ഇവരങ്ങനെയല്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ അങ്ങനെ ആയിരുന്നില്ല. കണ്ണുകൊണ്ട് കണ്ടവരാണ്. അവർ കണ്ണുകൊണ്ട് എല്ലാം കണ്ടവരാണ്. ഫിറഔനെയും ആളുകളെ മുക്കി നശിപ്പിക്കുന്നതും ഇവർക്ക് അല്ലാഹു തആല കടൽ കടന്നും കൊണ്ട് പോകാനുള്ള വഴി എല്ലാം ഭദ്രമാക്കി സുഗമമാക്കി കൊടുക്കുന്നതും കണ്ണുകൊണ്ട് കണ്ടവരാണ്. ഈജിപ്തിലുണ്ടാകുമ്പോ ഫിറഔനിന്റെ കിരാതമായ ആഡളിതത്തിന് കീഴിൽ അവർ ഞെരിഞ്ഞമരുമ്പോ പല നിലക്കും അല്ലാഹു തആല ഫിറഔനെയും ആളുകളെയും പരീക്ഷിച്ചതും അവർ കണ്ടുകൊണ്ട് കണ്ടതാണ്. എന്തെല്ലാം പരീക്ഷണങ്ങളാണ് അല്ലാഹു അവരെ പരീക്ഷിച്ചത്. അല്ലാഹു അവർക്ക് തൂഫാൻ ഇറക്കി. അതേപോലെ തന്നെ അവർക്ക് അല്ലാഹു തആല പിന്നെ ഈ മഴയുടെ ചണ്ടമാറുത്തം ഇറക്കിയിട്ട് അവരുടെ ധാന്യങ്ങളൊക്കെ നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. ജറാദ് പക്ഷികൾ, മിഡത്തെ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ജീവികൾ വന്നും കൊണ്ട് അവരുടെ ധാന്യങ്ങളെ നശിപ്പിച്ചു. അതേപോലെ തന്നെ പേന്, ചെള്ള് പോലത്തത് അവരുടെ കൃഷികളെ നശിപ്പിച്ചു. മാത്രമല്ല അവരുടെ ശരീരത്തിലേക്ക് കയറി അവരുടെ തലയിലിരുന്നു പേനുകളും മറ്റുമെല്ലാം. ഇത് ഖുർആനാണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, ഫർസൽനാ അലൈഹിമുത് തുഫാന വൽ ജറാദ വൽ ഖുമ്മല വൽ ലഫാദിഅ വദ്ദമ ആയാതിൻ മുഫസ്സലാത്ത്. നാം അവർക്കെതിരിൽ മഴയുടെ ചണ്ടമാറുത്തം നാം അവർക്ക് ഇറക്കിക്കൊടുത്തു പരീക്ഷിക്കാൻ വേണ്ടി. മിഡത്തകളെ, ജറാദ് പക്ഷികളെ ഇറക്കിക്കൊടുത്തു. പേനിനെയും ചെള്ളുകളെയും നാം അവർക്ക് ഇറക്കി. അതേപോലെ തവളകളെ, കപ്പകളെ നാം ഇറക്കി. കപ്പകൾ എവിടെ നോക്കിയാലും കപ്പകൾ ചിലപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന ഭക്ഷണം പാത്രത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് കപ്പകൾ തുള്ളിച്ചാടും. ഈ നിലക്കൊക്കെ അല്ലാഹു തആല പരീക്ഷിച്ചു. വദ്ദമാ, രക്തം കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ചു. പക്ഷേ ഇതെല്ലാം ഇവർ കണ്ടിട്ട് ഇപ്പൊ ഇവരെന്താണ് ചോദിക്കുന്നത് മൂസാ നബിയോട്? അള്ളാഹുവിന്റെ ഖുദ്റത്ത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു ഇവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയില്ല, നന്ദി കെട്ടവരാണ്. അതുകൊണ്ടാണ് ഇവർ ചോദിച്ചത്, യാ മൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹാ. മൂസാ നബി അലൈഹി ഇസ്ലാം പിന്നെയും അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്നത്, അഗൈറല്ലാഹി അബ്ഗീകും ഇലാഹാ വഹുവ ഫദ്ദലകും അലൽ ആലമീൻ. അഗൈറല്ലാഹി അബ്ഗീകും ഇലാഹാ, അല്ലാഹുവല്ലാത്ത ഒരു വസ്തുവിനെ ഞാൻ നിങ്ങൾക്ക് ഇലാഹായി അന്വേഷിക്കണോ? നിങ്ങൾക്ക് എന്തെല്ലാം ഔദാര്യങ്ങളാണ് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ളത്. ഈ ലോകത്ത് ഇന്ന് നിലവിലുള്ള ആളുകളിൽ വെച്ച് അല്ലാഹു തആല നിങ്ങളെയല്ലേ ഏറ്റവും ശ്രേഷ്ഠരാക്കിയത്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതിൽ നമുക്ക് പാഠമുണ്ട്. ഒരു പ്രവാചകന്റെ, ഒരു നബിയുടെ ശിക്ഷണത്തിൽ തറബേത്തിയിൽ കഴിയുന്ന ആ ജനങ്ങൾക്കിടയിൽ പോലും ശിർക്ക് അഥവാ ബഹുദൈവാരാധനക്കുള്ള ആ പൈശാചികമായിട്ടുള്ള പ്രലോഭനം എത്രമാത്രം തീവ്രമായിരുന്നു എന്ന് നാം ഇവിടെ മനസ്സിലാക്കണം. നമുക്കിതിൽ പാഠമുണ്ട് കൂട്ടരെ. എന്താണ് നമുക്കുള്ള പാഠം? അല്ലാഹുവിന്റെ ദീന് കുറെ കേട്ടത് കൊണ്ടോ, കുറെ പഠിച്ചത് കൊണ്ടോ, കുറെ മനസ്സിലാക്കിയത് കൊണ്ടോ മാത്രമായില്ല. അതുകൊണ്ട് മാത്രമായില്ല തീരുന്നില്ല.
അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താനുള്ള തൗഫീഖ് നമുക്ക് വേണം. അതിനുള്ള ഇസ്തിഖാമത്ത് നമുക്ക് വേണം. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളത്. അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള തൗഫീഖ് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഓരോ മുസ്ലിമിനോടും ഓരോ ദിവസത്തിലും 17 പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അല്ലാഹുവിന്റെ ഭാഗത്ത് കൽപ്പനയുണ്ടാകുന്നത്. 17 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പ്രാർത്ഥിക്കാനുള്ള കൽപ്പനയുണ്ടാകുന്നത്. അല്ലാഹ് മുസ്തഖീമായ മാർഗത്തിൽ നീ ഞങ്ങളെ നിലനിർത്തണം. ചൊവ്വായ മാർഗത്തിൽ, ഇസ്ലാമിൽ തൗഹീദിന്റെ മാർഗത്തിൽ ഞങ്ങളെ നിലനിർത്തണം. നീ അനുഗ്രഹിച്ച അമ്പിയാക്കന്മാരുടെയും ശുഹദാക്കളുടെയും മാർഗത്തിൽ നിലനിർത്തണം. അതേപോലെ നിന്റെ കോപത്തിന് പാത്രരായിട്ടുള്ള ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലല്ല എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു തആല നമ്മളോട് കൽപ്പിക്കുന്നത് കൊണ്ടാണ്. കാരണം ഇസ്രായേലി മക്കൾക്ക് പറ്റിയത് അതാണ് പ്രിയമുള്ളവരെ. അവർ അല്ലാഹുവിന്റെ ദീനിൽ നിന്നിട്ട് വ്യതിചലിച്ചു പോയത്, അവർ തൗഹീദിൽ നിന്നിട്ട് വ്യതിചലിച്ച് ശിർക്കിലേക്ക് ചാഞ്ഞു പോയത് അറിഞ്ഞും കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ശിർക്കിലേക്ക് ഏത് സമയത്തും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യം ആമുഖമായി ഓതിവെച്ച ആയത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നോക്കണം. ആരാണ് പ്രാർത്ഥിക്കുന്നത്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഉജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹാരാധനയിൽ നിന്ന്, വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്നിട്ട് നീ അകറ്റണം അല്ലാ. ആരാ പ്രാർത്ഥിക്കുന്നത് പ്രിയമുള്ളവരെ? തൗഹീദിന്റെ ധ്വജവാഹകനായിരുന്ന, ശിർക്കിന്റെ കണ്ഠകോഠാലിയായിരുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? മറ്റുള്ളവരുടെ കാര്യം നാം പറയേണ്ടതുണ്ടോ? അത്രമാത്രം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് ഏത് ശിർക്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്ക്, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ചരിത്രം നാം പരിശോധിച്ചാൽ ഇതിന് സമാനമായ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇതിന് സമാനമായിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴാണെന്നറിയുമോ? ഹുനൈൻ യുദ്ധത്തിലേക്ക് റസൂലുള്ളാഹി സഹാബത്തുമായി പോകുന്ന സന്ദർഭത്തിൽ നല്ലപോലെ മനസ്സിലാക്കണം. ഹുനൈൻ യുദ്ധം ഉണ്ടായത് എപ്പോഴാണ്? മക്കമെല്ലാം ജയിച്ചടക്കിയതിന് ശേഷമാണ്. അറേബ്യൻ പെനിൻസുല മുഴുവനും ഇസ്ലാമിന്റെ കീഴിൽ വന്നതിന് ശേഷമാണല്ലോ ഹുനൈൻ യുദ്ധം ഉണ്ടായത്. ആ ഹുനൈൻ യുദ്ധത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പോവുകയാണ്. 15,000-ഓളം സഹാബത്തുണ്ട്. മനസ്സിലാക്കണം, ബദറിലേക്ക് പോകുമ്പോൾ 300 ചില്ലാനം, ഹുനൈനിലേക്ക് പോകുമ്പോൾ, മക്കം ഫത്ഹ് കഴിഞ്ഞ് ഹുനൈനിലേക്ക് പോകുമ്പോൾ 15,000-ഓളം ആളുകൾ. എന്തേ? അറേബ്യൻ പെനിൻസുല മുഴുവനും ഇസ്ലാമിലേക്ക് വന്നപ്പോൾ പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു, പലരും നിർബന്ധിതാവസ്ഥയിൽ കടന്നു വന്നു. എല്ലാം ഇസ്ലാമിക രാജ്യമായി. അറേബ്യൻ ഉപദ്വീപത്തിന്റെ ചുറ്റുപാടുമൊക്കെ ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നപ്പോൾ രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ട്. കടന്നു വന്നിട്ട് പിന്നെ അവരുടെ ഇസ്ലാം നന്നായതുമുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്. അത്തരത്തിൽപ്പെട്ട ചില ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒട്ടികയുണ്ട് ഹുനൈനിലേക്ക് പോകുമ്പോൾ. അങ്ങനെ മഹാനായ അബൂ വാഖിദ് ലൈസി റളിയല്ലാഹു തആല അൻഹു ആ സംഭവം വിവരിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഹുനൈനിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരായിരുന്നു. കുറേ നാളായിട്ടില്ല ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട്. അതായത് ഞങ്ങൾ കുഫറിൽ നിന്നിട്ട് മോചിതനായി ഇന്നലെയോ മിഞ്ഞാന്നോ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടന്ന് കുറെ അപ്പുറം ഇങ്ങനെ പോകുമ്പോ ഒരു കൂട്ടം മുശ്രിക്കീങ്ങൾ അവര് ഒരു മരത്തിന്റെ അടുക്കൽ വെച്ചിട്ട്, അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിൽ അവരുടെ വാളുകൾ ഇങ്ങനെ കെട്ടിത്തൂക്കുന്നുണ്ടായിരുന്നു. ബർക്കത്ത് അന്വേഷിച്ചുകൊണ്ട്, ബർക്കത്ത് തേടിയും കൊണ്ട് വാളുകൾ ഇങ്ങനെ കെട്ടിത്തൂക്കുന്ന ഒരു മരമുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഈ മരത്തെ കണ്ടപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. മനസ്സിലാക്കണം, മുഹാജിറുകളല്ല, അത് മുഹാജിറുകൾ ചോദിച്ചതല്ല, അൻസാറുകൾ ചോദിച്ചതുമല്ല. പിന്നെയോ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പൊതുവിശ്വാസികളെ കൂട്ടത്തിലുണ്ടായിരുന്നു മഹാനായ അബൂ വാഖിദ് ലൈസി റളിയല്ലാഹു അൻഹു. അത്തരത്തിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. പറയുകയാണ്, ആ മരത്തിലേക്ക് ഇങ്ങനെ ബർക്കത്തെടുക്കാൻ വേണ്ടി അവരിങ്ങനെ വാള് തൂക്കിയിട്ട് അവരിങ്ങനെ ആ വാളിന്
എടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ആ മരത്തിലേക്ക് വാളിങ്ങനെ തൂക്കിയാൽ, എന്നിട്ട് ആ വാള് കൊണ്ട് ശത്രുക്കളോട് പോരാടിയാൽ വിജയമുണ്ടാകുമെന്ന വിശ്വാസമായിരുന്നു. കാരണം ബർക്കത്താക്കപ്പെട്ട മരമായിരുന്നു എന്ന ഒരു വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിൻ്റെ പേരായിരുന്നു എന്തെന്ന്? ദാത്തു അൻവാത്ത്. അൻവാത്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ കെട്ടിത്തൂക്കുക എന്നർത്ഥം. അങ്ങനെ ആ മരത്തിന്റെ പേര് തന്നെ ദാത്തു അൻവാത്ത് എന്നായിരുന്നു. സഹാബത്ത് മഹാനായ അബൂ വാഖിദ് ലൈസി പറയുകയാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഇജ്അൽ ലനാ ദാത്തു അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്ത്. ഓ പ്രവാചകരെ, അതാ അവർക്ക് ദാത്തു അൻവാത്ത് എന്ന വൃക്ഷമുണ്ടല്ലോ, മരമുണ്ടല്ലോ, അതുപോലെ ബർക്കത്തെടുക്കാൻ ഞങ്ങൾക്കും ഒരു മരം തരണേ പ്രവാചകരെ, ഒരു മരം ഞങ്ങൾക്കും നിശ്ചയിച്ചു തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദിച്ചു. നോക്കണം, അല്ലാഹുവിൻ്റെ റസൂൽ ഞെട്ടിപ്പോയ ഒരു സംഭവമായിരുന്നു. റസൂലുള്ള അവരുടെ കൂടെയുണ്ട്, എന്നിട്ടാണ് അവർ എത്ര പെട്ടെന്നാണ് ശിർക്കിലേക്ക് ചാഞ്ഞു പോയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആരായിരുന്നു? ഇസ്ലാമിലേക്ക് കുറെ വേഗം കടന്നു വന്നവരാണ്. തൗഹീദ് പഠിക്കാൻ അവർക്ക് അവസരമുണ്ടായിട്ടില്ല, സമയമുണ്ടായിട്ടില്ല. അപ്പൊ അവരിങ്ങനെ ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? അതായത് അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് അല്ലേ, ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂലിന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്ക് വരും, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് വരും. ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ ഇന്നഹസ് സുനൻ. നിങ്ങൾ ചോദിച്ചത് ആ പൂർവ്വവേദക്കാരുടെ സമ്പ്രദായമായിട്ട് കറ, ആ പൂർവ്വവേദക്കാരുടെ നടപടിക്രമമായിട്ട് കറ. ലതർകബുന്ന സുനന മൻ കാന ഖബലകും ഇന്നഹ സുനന ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി കമാ ഖാലത് ബനൂ ഇസ്രായീല ലിമൂസാ. നിങ്ങൾ ചോദിച്ച ഈ ചോദ്യമുണ്ടല്ലോ, ഇത് പൂർവ്വവേദക്കാർ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ച ചോദ്യമാണ്. എന്തിനെ? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും അലിഹാ. മൂസാ നബിയോട് ചോദിച്ചത് നമ്മൾ പഠിച്ചല്ലോ. ഇപ്പോൾ എന്തെന്നവർ ചോദിച്ചത്? ഞങ്ങൾക്കും ഒരു ദൈവത്തെ നിശ്ചയിച്ചു തരണം, അവർക്ക് ദൈവങ്ങൾ ഉള്ളതുപോലെ. അതുപോലത്തെ ഒരു ചോദ്യമായി പോയല്ലോ നിങ്ങളിപ്പോൾ ചോദിച്ചത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ മുസ്ലിമീങ്ങൾ, പ്രവാചകന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങൾ നമുക്കൊരു ഇലാഹിനെ ഉണ്ടാക്കി തരണമെന്നല്ല അവർ ചോദിച്ചത്. അവർ ചോദിച്ചത് ഇത്ര മാത്രമാണ്, ഞങ്ങൾക്ക് ബർക്കത്തെടുക്കാൻ ഒരു മരം താങ്കൾ നിശ്ചയിച്ചു തരണം, അവർക്കുള്ളതുപോലെ, അവർ ഒരു മരത്തിൽ ബർക്കത്തെടുക്കുന്നത് പോലെ. ഇങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? ഇത് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇസ്രായേൽ മക്കൾ ചോദിച്ചതുപോലത്തെ ഒരു ചോദ്യമായി പോയി നിങ്ങൾ ചോദിച്ചത് എന്നാണ്. കാരണം അത് ജാഹിലിയത്താണ്. ഇത് ജാഹിലിയത്താണ്. ജാഹിലിയ കാലഘട്ടത്തിൽ അവർ മരങ്ങൾ കൊണ്ട് ബർക്കത്തെടുക്കാറുണ്ടായിരുന്നു, കല്ലുകൾ കൊണ്ട് ബർക്കത്തെടുക്കാറുണ്ടായിരുന്നു, വിഗ്രഹങ്ങളെല്ലാം തടവിയും കൊണ്ട് അവർ ബർക്കത്തെടുക്കാറുണ്ടായിരുന്നു. ആ ജാഹിലിയ സമ്പ്രദായം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിനെ നൽകിയും കൊണ്ട് ആ ജാഹിലിയ സമ്പ്രദായത്തെ അറേബ്യൻ ഭൂമിയിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ നീക്കം ചെയ്തു, ഉന്മൂലനം ചെയ്തു. ആ ജാഹിലിയത്തിന്റെ സമ്പ്രദായത്തെ തന്നെ കുഴിച്ചുമൂടി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ആ വിദായി ഭാഷണത്തിൽ, വിടവാങ്ങൽ പ്രസംഗത്തിൽ അറഫയിൽ വെച്ചിട്ട് ചൊന്നത്, ജനങ്ങളെ നല്ലപോലെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക എന്നിങ്ങനെ കുറെ ഉപദേശങ്ങൾ നൽകിയതിന്റെ ഇടയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നോക്കോറോ, ജാഹിലിയ സമ്പ്രദായത്തെ എന്റെ കാലിന്റെ അടിയിലിട്ടതാ ഞാൻ ചവിട്ടി കുഴിച്ചു മൂടിയിരിക്കുന്നു. ജാഹിലിയത്തിന്റെ സമ്പ്രദായം ഞാൻ എല്ലാം കുഴിച്ചു മൂടി. ഇനി ജാഹിലിയത്തിലെ നടപടികൾ, അവരുടെ കസ്റ്റമുകൾ, അവരുടെ റിച്വൽസുകൾ, അവരുടെ ആചാര സമ്പ്രദായങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം ഞാൻ കുഴിച്ചു മൂടി. ഇസ്ലാം നമുക്ക് വന്നു കഴിഞ്ഞു. എന്നാൽ ഇന്ന് ആ ജാഹിലിയ സമ്പ്രദായം അത് പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കുഴിച്ചുമൂടി അല്ലാഹുവിന്റെ റസൂൽ കുഴിച്ചുമൂടി ഇതിനെ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് പുറത്തുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിന്റെ വേഷം കെട്ടി നടക്കുന്ന, ചില തലീക്കെട്ടൊക്കെ കെട്ടി നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖ്റാ. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖ്റാ. ലാത്തയെ പറ്റി, ഉസ്സയെ പറ്റി, മനാത്തയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുന്നു. എന്താണ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം? എന്തായിരുന്നു ലാത്ത, ഉസ്സ, മനാത്ത് എന്ന് പറയുന്നത്? ഇതൊക്കെ അറബികൾ ആരാധിച്ചിരുന്ന 3 ദേവീ ദേവതകളായിരുന്നു, 3 വിഗ്രഹങ്ങളായിരുന്നു. ലാത്ത, ഉസ്സ, മനാത്ത് എന്ന് പറയുന്നത്, ലാത്ത എന്ന് പറയുന്ന ഒരു സാലിഹായ മനുഷ്യന്റെ വിഗ്രഹമായിരുന്നു. അയാൾ മരിച്ചതിന്റെ ശേഷം അയാളെ പേരിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഉസ്സ എന്ന് പറയുന്നത്
മനാത്തി എന്ന് പറയുന്നത് അതൊരു പാറക്കല്ലിൻ്റെ പേരാണ്. എന്നിട്ട് ഇവരൊക്കെ എന്ത് ചെയ്തിരുന്നു? അവിടെ ബർക്കത്തെടുക്കാറുണ്ടായിരുന്നു. അല്ലാഹു തആല ചോദിക്കുന്നു, നിങ്ങൾ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? ലാത്തയിൽ എന്തെങ്കിലും ബർക്കത്തുണ്ടോ? ഉസ്സയിൽ എന്തെങ്കിലും ബർക്കത്തുണ്ടോ? മനാത്തിൽ എന്തെങ്കിലും ബർക്കത്തുണ്ടോ? ഏതെങ്കിലും പീറിന്റെ അടുക്കൽ, ഏതെങ്കിലും സയ്യിദിന്റെ അടുക്കൽ എന്തെങ്കിലും ബർക്കത്തുണ്ടോ? അവർക്ക് എവിടെ നിന്നാണ് ബർക്കത്തുള്ളത്? ബർക്കത്ത് എവിടെയാ ഉള്ളത്? അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ബർക്കത്തിന്റെ സ്രോതസ്സിൽ നിന്നിട്ടായിരിക്കണം നിങ്ങൾ ബർക്കത്ത് തേടേണ്ടത്. എവിടെയാ ബർക്കത്തുള്ളത്? തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാറക്, ബർക്കത്തുടയവനാണ്. ബാബർക്കത്ത്, ബർക്കത്തുടയവനാണ്. ആര്? ബിയദിഹിൽ മുൽക്ക്, ബിയദിഹിൽ മുൽക്ക്. ഈ പ്രപഞ്ചത്തിന്റെ ആധിപത്യം, ഈ വിശ്വത്തിന്റെ പ്രഭുത്വം ആരുടെ ബലിഷ്ഠമായ ഹസ്തത്തിലാണോ, ഈ വിശ്വത്തിന്റെ സാർവഭൗമ അധികാരം, ഇതിന്റെ ആഡളിത്തം ആരുടെ കയ്യിലാണോ, അവനാണ് ബർക്കത്തുടയവൻ. അവന്റെ അടുക്കൽ നിന്നിട്ടാണ് ബർക്കത്ത് കേൾക്കേണ്ടത്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചത്. റസൂലിന്റെ ചെമ്മ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹ് നീ ബർക്കത്ത് ചെയ്യണം, ഞങ്ങളുടെ ഭക്ഷണത്തിൽ നീ ബർക്കത്ത് ചെയ്യണം, നമ്മുടെ പാനീയത്തിൽ നീ ബർക്കത്ത് ചെയ്യണം, നമ്മുടെ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ് വ്യാപാരത്തിൽ നീ ബർക്കത്ത് ചെയ്യണം, നമ്മുടെ അളവ് പാത്രത്തിൽ നീ ബർക്കത്ത് ചെയ്യണം. ഇങ്ങനെ നിരവധി പ്രാർത്ഥനകൾ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു, ബർക്കത്തുള്ളവൻ അവനാണ്, അവനിൽ നിന്നിട്ടാണ് ബർക്കത്ത് തേടേണ്ടത്. അതുകൊണ്ട് അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ, അല്ലാഹു തആല ചോദിക്കരുത്, നിങ്ങൾ ലാത്തയും ഉസ്സയും എല്ലാം തന്നെ ബർക്കത്ത് കൊണ്ട് അവരെന്തെല്ലാമാണ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ ഹജ്ജ് അവർക്കുണ്ടായിരുന്നു. ഹജ്ജ് കർമ്മം അവർ നിർവഹിച്ചിരുന്നു. ലബ്ബൈക എന്ന് പറഞ്ഞുകൊണ്ട് കഅബാലയത്തിലേക്ക് അവർ പോയിരുന്നു. രണ്ടാമത് കഅബാലയത്തിലേക്ക് പോയി, മിനയിലേക്കൊക്കെ പോയി. രണ്ടാമത് ലാത്ത ഉസ്സ മനാത്തയുടെ ഗുഡിയിലേക്ക് പോയിട്ട് തൽബിയ ചൊല്ലിയും കൊണ്ട് ലബ്ബൈക എന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ചൊല്ലിയും കൊണ്ട് അവിടെ അവർ പ്രദക്ഷിണം വെക്കാറുണ്ടായിരുന്നു. രണ്ടാമത്തെ ഹജ്ജ് അവർ ഈ ഗുഡികളിൽ ലാത്ത ഉസ്സ മനാത്തയുടെ ഗുഡികളിലൊക്കെ നിർവഹിച്ചിരുന്നു. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ മിഥ്യാവിശ്വാസത്തെ വളരെ ശക്തമായ ഭാഷയിൽ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ശിർക്ക് എന്ന് പറയുന്നത് ഏത് സമയത്തും കടന്നു വരാം. അതുകൊണ്ട് ശരിയായ ഇസ്തിഖാമത്തിന് വേണ്ടി അല്ലാഹുവോടുള്ള പ്രാർത്ഥന നിരന്തരമായ നിലക്ക് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഈ ഉമ്മത്തിനെയും എല്ലാവിധ ശിർക്കിൽ നിന്ന് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും واستغفر عني وعنكم وعن جميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ശിർക്ക് ഒരു മുഅ്മിനായ മനുഷ്യൻ ഏത് സമയത്തും കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിരന്തരമായ നിലക്ക് അല്ലാഹുവോട് ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് നിർത്താൻ പ്രാർത്ഥിക്കുകയല്ലാതെ രക്ഷയില്ല എന്ന് നാം മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ തൗഹീദിൻ്റെ അനുയായികളായി പരിശുദ്ധ ഖുർആനിൻ്റെ വക്താക്കളായി ജീവിച്ച് മരിക്കുവാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. കുറേ പേര് പ്രാർത്ഥിക്കാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, മരിച്ചവരുടെ പേരിലും അതേപോലെ തന്നെ സുഖമില്ലാത്തവരുടെ പേരിലുമെല്ലാം തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ സുഖമില്ലാതെ രോഗികളായി കിടക്കുന്ന ആളുകളുടെ രോഗം പൂർണ്ണമായ നിലക്ക് ശിഫ നൽകി ശരിയായ ജീവിതത്തിലേക്ക് അവർ അല്ലാഹു തആല തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ.
അതേപോലെ തന്നെ നമ്മളിൽ മരിച്ചുപോയ ആളുകൾ അവരെ അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നീട് ഒരു കാര്യം എനിക്ക് അറിയിക്കാനുള്ളത്, നിങ്ങൾക്കൊക്കെ അറിയാം, അടുത്ത ബുധനാഴ്ച 10-ാം തീയതി നമ്മുടെ നിയമസഭ, ഈ കർണാടകത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രാജ്യവിധാനസഭാ ചുനാവണ നടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമയത്ത് അറിയിക്കാനുള്ളത്, ഓരോരുത്തരും അവരുടെ വോട്ട്, സമ്മതിദാന അവകാശം അത് വിനിയോഗിക്കണം. ആരും അതിൽ അശ്രദ്ധ, അജാഗ്രത കാണിച്ചു പോകരുത്. നിങ്ങൾക്കൊക്കെ അറിയാം, മുസ്ലിമുകളോടും ഇസ്ലാമിനോടും അതേപോലെ തന്നെ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തോട് ശത്രുതയും വെറുപ്പും വൈരാഗ്യം വെച്ചു പുലർത്തുന്ന ഫാസിസ്റ്റുകളുടെ കയ്യിലാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം, ആഡളിത്തമുള്ളത്. എങ്ങനെയെങ്കിലും നമ്മുടെ രാജ്യത്ത് വർഷങ്ങളോളം കാത്തുസൂക്ഷിച്ച സെക്യുലറിസത്തെ, മതേതരത്വത്തെ, പ്രജാപ്രഭുത്വത്തെ ഈ രാജ്യത്തിൽ നിന്നിട്ട് ഇല്ലായ്മ ചെയ്യാൻ നിരന്തരമായി അവർ പരിശ്രമിച്ച് അത് ഏകദേശം പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ അവർ സ്ഥാപിച്ചെടുക്കുമ്പോൾ ഇവിടെ മതേതരത്വം, പ്രജാപ്രഭുത്വം, സെക്യുലറിസം ഇല്ലാണ്ടാവുകയും ഇവിടെയുള്ള വലിയ ഭൂരിഭാഗം ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ചും മുസ്ലിമുകൾക്ക് വലിയ പ്രതികൂലമായ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് പ്രജാപ്രഭുത്വം, സെക്യുലറിസം, മതേതരത്വത്തെ അതേ നിലക്ക് നിലനിർത്തേണ്ട ബാധ്യത ഈ രാജ്യത്തിലെ ഓരോ പൗരനുമുണ്ട് എന്ന് മനസ്സിലാക്കിയും കൊണ്ട്, അതായത് പ്രജാപ്രഭുത്വത്തിന്, മതേതരത്വത്തിന് എതിരായ ശക്തികളെ പരാജയപ്പെടുത്തുകയും അങ്ങനെ മതേതരത്വം വിജയിപ്പിക്കുന്ന ഒരവസ്ഥ വോട്ടിലൂടെ നാം സംജാതമാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അതേപോലെ ഇന്ന് നമ്മുടെ പള്ളിയുടെ കലക്ഷനാണ്. ഉദാരമായ നിലക്ക് എല്ലാവരും സംഭാവന ചെയ്യണം. നിങ്ങൾക്കൊക്കെ അറിയാം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പള്ളി, മദ്രസ, ഇതിൻ്റെയൊക്കെ ഉന്നമനത്തിന് വേണ്ടി സംഭാവന ചെയ്യുക എന്നത് അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്ത് ഇന്നത്തെ കളക്ഷൻ നിങ്ങൾ വിജയിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഓരോ സംഭാവനകൾ, ഓരോ സൽകർമ്മങ്ങൾ അല്ലാഹു തആല പൂർണ്ണമായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഗ്ഫിർ ലനാ ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.